അങ്ങോട്ട് നേരെ കളിക്കങ്ങളെ ഇങ്ങനെ തലോടാൻ നിൽക്കണ ആ മണ്ണൊക്കെ ഇങ്ങോട്ട് ഇളകട്ടെ. ആ പിന്നത്തെ തേങ്ങ എടുത്തിട്ട് എന്താന്നോ പതുക്കടണ്ടേ ഒന്നോട്ട് തന്നോട്ടല്ലോ ഈ അറിയല്ലേ ഇങ്ങോട്ട്. ഈ എന്താടി പ്രതിപക്ഷ നേതാവിനെ പോലെ ഇതൊന്നും ചെയ്യൂല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അതിന് കുറ്റൂ? നിങ്ങക്ക് വേറെ ആരും കിട്ടിയില്ല പിന്നെ കൂട്ടിക്കെട്ട എന്തിനാ എനക്ക് പറ്റിയില്ലേ? പോന്നു അവിടുന്ന് പ്രതിപക്ഷ നേതാവ്. എന്താ പരിപാടി? ഈ എവിടുന്നാടി? ഞാൻ മാവേലി പോയിട്ട് വരിക. ഇപ്പൊ സാധനങ്ങളൊക്കെ ഉണ്ടോ മാവേലിയില്? ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലേ അല്ല ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടായിരുന്നേ. അതൊന്നും ഫുള്ള് വിശ്വസിക്കണ്ട. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വിലയും കുറവല്ലേ. ഇവളെ സീനത്തെ നോടെ മാത്രം വിശ്വസിക്കുന്ന ആളാ. പിന്നെ ഫണ്ടിന്റെ കാര്യത്തിനും കുഴപ്പമില്ല. അതെ ഞാൻ പറഞ്ഞോളട്ടോ. ഞാൻ പറഞ്ഞോളാം. അത് ഞാൻ പറഞ്ഞ സതീശേട്ടൻ പറഞ്ഞോട്ടെ. ഞാൻ പറയും എന്തേലാട്ടെ. ഇതെന്താ ഇത് പ്രകടനോത്തരക? ഞാൻ പറയാം. പ്രസിഡന്റ് ഞാനൊക്കെ മനസ്സിലായി. ഇലക്ഷനൊക്കെ വരുമല്ലേ, വോട്ട് മറക്കണ്ടട്ടാ. ഓ അതെ, നിലവിൽ ഇപ്പൊ അവരായിട്ട് മുട്ടാൻ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അന്നെ മുട്ടാനോ നിങ്ങളോ? അല്ലേ? കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നിങ്ങളെ 19 മുട്ടിയെ ഒച്ചൊന്നും കേൾക്കാനില്ലല്ലോ. 19 18 മുട്ടി ഒച്ചൊന്നും കേൾക്കാനില്ലല്ലോ. മുട്ടല്ലോ ചാടല്ലേ? അല്ല അതിപ്പോ ഒരു പാർട്ടി. അതിപ്പോ നിലപാടില്ലാത്ത ആൾക്കാർ കുറച്ച് പേര് മറുകടം ചാടിയിട്ടുണ്ട്. അത് ശരിയാ. പക്ഷെ എന്താ വെച്ചാല് അത് വെച്ച് നമുക്ക് പാട്ടിന് കളിക്കാൻ പറ്റില്ലല്ലോ. അതെന്തോളം എനിക്കൊരു ചിരി. പൗരത്വത്തിലൊക്കെ വരികയാണ്, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിരിക്കാണ്ട് പിന്നെ എന്താ ചെയ്യാ? CA പറ്റി നിങ്ങളുടെ നിലപാടെന്താ? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ നിലപാടല്ല, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടാ. അതിന് ഇവർക്ക് നിലപാടൊക്കെ ഉണ്ടോ? അത് പോട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ നിലപാടെന്താ? പിന്നെ നിങ്ങൾ നിന്ന് വേർക്കാൻ നിൽക്കണ്ടോ. 56,000 കോടി പിടിച്ചു വെച്ചപ്പോ നിങ്ങളെടുത്ത നിലപാട് ഞങ്ങൾ കണ്ട. അതിപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ക്ഷേമ പെൻഷൻ മുടക്കാൻ നോക്കിയപ്പോ നിങ്ങളെടുത്ത നിലപാട് ഞങ്ങൾ കണ്ട. നിക്കുന്നു ഞാനും പറയും. ആ ദുരിത സമയത്തെ അവര് നമുക്ക് തന്ന സഹായം പിടിച്ച് പറിച്ചണ്ട് കൊണ്ടുപോയില്ലേ? ആ സമയത്ത് ഇവരുടെ നിലപാട് എന്തായിരുന്നു? അതുകൊണ്ടേ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ സമയത്ത് കേരളത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുത്തവരെ ഞങ്ങൾ വിജയിപ്പിക്കും. അതന്നെ. ചായ വെള്ളം എന്താ വേണ്ട കുടിക്കാട്ടോ. കുറച്ച് മോരും വെള്ളം എടുക്കാം. കുടിച്ചോളുന്നു. ഞാൻ നിർത്തി പോലെ കെമ്മ പരിപാടി. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചൊരു മറുപടി പറയാൻ പറ്റുമോ? അനക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഒരു 16 സ്റ്റേജുമ്മ കയറുക, എന്നിട്ട് സെൽഫി എടുത്ത് കളിക്കുക, ചാനലേറെ കണ്ടാവേ മൈക്കൊക്കെ തല്ലൂടുക. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലേ? ഓ നിങ്ങൾ പോയി മറ്റേ ചേരരുതട്ടോ. ഞാക്ക് തോന്നിയ പോടാ. അത് നിങ്ങളാരും ശുപാർശ വേണ്ട. നിലപാടില്ലാത്തവർ എവിടെയെങ്കിലും പോട്ടെ, നിലനിൽപ്പിന് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കും.